ഹായ്, ഒരിക്കലെങ്കിലും ഒരു ജലയാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മൾ ആരുമില്ല. നമ്മളിൽ പലരും ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ല എങ്കിൽ എന്നെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമായിരിക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലോട്ടാണ്. ഈ വരുന്ന LD എക്സാമിന് തീർച്ചയായിട്ടും ജലഗതാഗതത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് മെല്ലെ പ്രവേശിക്കാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം. പൂർണ്ണമായിട്ടും ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാടാണ്. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. ഇനി അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വരുന്നത് 1968-ലാണ്. 1968-ലാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ആസ്ഥാനം നമുക്കറിയാം, ആലപ്പുഴയിലാണ് ആസ്ഥാനം. ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്ഥാപനമാണ് കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ 1975-ലാണ് രൂപീകരിക്കുന്നു. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയിലാണ്. അപ്പോൾ രണ്ട് സ്ഥാപനങ്ങളാണ്, ഒന്ന് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊന്ന് കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് 68-ലും ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ 1975-ലുമാണ് നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയിലാകെ ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 111 ദേശീയ ജലപാതകളുണ്ട്. ഇന്ത്യയിലാകെ ദേശീയ ജലപാതകൾ നിലവിൽ 111. കേരളത്തിലാകെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിലവിൽ 5 ദേശീയ ജലപാതകളുണ്ട്. ഇന്ത്യയിൽ 111, കേരളത്തിലാകെ ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 5 എണ്ണമാണ്. ഇതിൽ പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 4 എണ്ണമാണ്. കേരളത്തിൽ മൊത്തം 5ഉം പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 4 എണ്ണമാണ്. ഇനി അറിയേണ്ട മറ്റൊരു പ്രധാന ക്വസ്റ്റ്യനാണ് കേരളത്തിലെ ഉൾനാടൻ ദേശീയ ജലഗതാഗത പാതയുടെ ആകെ നീളം. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഉൾനാടൻ ദേശീയ ജലഗതാഗത പാതയുടെ ആകെ നീളം ചോദിക്കുകയാണെങ്കിൽ 1687 കിലോമീറ്ററാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 1687 കിലോമീറ്ററാണ് കേരളത്തിലെ ഉൾനാടൻ ദേശീയ ജലഗതാഗത പാതയുടെ ആകെ നീളം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കേരളത്തിൽ 5 ദേശീയ ജലഗതാഗത പാതകൾ പോകുന്നുണ്ട്. പൂർണ്ണമായിട്ടും 4 എണ്ണമാണ് നമുക്ക് കേരളത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കിന്ന് ഈ കേരളത്തിലൂടെ കടന്നു പോകുന്ന 5 ദേശീയ ജലഗതാഗത പാതകൾ നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം. അതിലൊന്ന് NW3 ആണ്. NW3 എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേസ് 3 ആണ്. NW3 ആണ് നാഷണൽ വാട്ടർവേസ് 3. ഈ NW3 നിലവിൽ വരുന്നത് 1993-ലാണ് NW3 നിലവിൽ വരുന്നത്. ഒരുപക്ഷെ വർഷം നമ്മളോട് ചോദിക്കില്ല, എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക, 3 എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. 1993-ലാണ് NW3 നിലവിൽ വരുന്നത്. അപ്പോൾ NW3-ന്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നു. വെസ്റ്റ് കോസ്റ്റ് കനാൽ നമുക്കറിയാം, അതിൻ്റെ മലയാളം പശ്ചിമ തീര കനാൽ എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. കേരളത്തിൽ ആദ്യം വന്ന ദേശീയ ജലപാത ചോദിക്കുകയാണെങ്കിൽ NW3 ആണ്. 1993-ലാണ്. NW3-ന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. ഇനി ഈ NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലം ടു കോഴിക്കോടാണ്. അപ്പോൾ NW3 ഏത് മുതൽ ഏതുവരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ടു കോഴിക്കോടാണ്. ഒരു പക്ഷേ PSC നമ്മളോട് തരിക കൊല്ലം ടു കോട്ടപ്പുറം എന്നായിരിക്കും. കോട്ടപ്പുറം തൃശ്ശൂർ വരെയാണ്. ഇത് നീട്ടിയിട്ടുണ്ട്, കൊല്ലം ടു കോഴിക്കോട് വരെ ആയിട്ടുണ്ട്. 365 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ NW3 മറ്റൊരു പേര് വെസ്റ്റ് കോസ്റ്റ് കനാലാണ്. ബന്ധിപ്പിക്കുന്നത് കൊല്ലം ടു കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോടാണ്. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു ദേശീയ ജലപാതയാണ് NW8 എന്ന് പറയുന്നത്. NW8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരിയാണ്. NW8 ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ടു ചങ്ങനാശ്ശേരിയാണ്. ഈ NW8 28 കിലോമീറ്ററാണ് നമുക്ക് ദൈർഘ്യം കാണിക്കുന്നത്. 28 കിലോമീറ്റർ. ഈ NW8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ തന്നെ സ്വകാര്യ വാട്ടർ ടാക്സി സർവീസ് ആയിരുന്നു ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്വകാര്യ വാട്ടർ ടാക്സി സർവീസ് ഏത് മുതൽ ഏതുവരെ എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരിയും. ഇനി മലബാറിലെ ആദ്യത്തെ സ്വകാര്യ വാട്ടർ ടാക്സി സർവീസ് ഏത് മുതൽ ഏതുവരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പറശ്ശിനിക്കടവ് ടു കണ്ണൂർ വരെയായിരുന്നു മലബാറിലെ ആദ്യത്തെ സ്വകാര്യ വാട്ടർ ടാക്സി സർവീസ്. അപ്പോൾ NW3 ആയി, NW8 ആയി. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് NW9 ആണ്. നാഷണൽ വാട്ടർവേസ് 9 ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ടു അതിരമ്പുഴയാണ്. ആലപ്പുഴ ടു അതിരമ്പുഴയാണ് NW9 ബന്ധിപ്പിക്കുന്നത്. ആലപ്പുഴ ടു അതിരമ്പുഴയാണ്. ഈ അതിരമ്പുഴ എന്ന് പറയുന്നത് കോട്ടയത്താണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതിരമ്പുഴ കോട്ടയം MG സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. അപ്പോൾ 3 നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു. NW3,
അത് കൊല്ലം ടു കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോട്. നെക്സ്റ്റ് NW8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി. അതിനുശേഷം NW9 ആലപ്പുഴ ടു അതിരമ്പുഴ. ഈ ആലപ്പുഴ അതിരമ്പുഴ കിലോമീറ്റർ എത്രയാണ്? 38 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്, 38 കിലോമീറ്റർ. അതിനുശേഷം അറിഞ്ഞിരിക്കേണ്ട ഒരു NW59 ആണ്, 59 ആണ്. NW59 ബന്ധിപ്പിക്കുന്നത് അത് കോട്ടയം ടു വൈക്കമാണ്, അല്ലെങ്കിൽ വൈക്കം ടു കോട്ടയം. NW59 59 എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്, 28 കിലോമീറ്റർ. നമ്മൾ പറഞ്ഞു പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 4-ഉം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മൊത്തം 5-ഉം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പം നമ്മൾ 4 കേരളത്തിലെ ദേശീയ പ്രധാന ജലപാതകളാണ് പഠിച്ചത്. അതിലൊന്ന് NW3, NW8, NW9, NW59. ഇത് പൂർണ്ണമായിട്ടും കേരളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞു 5 എണ്ണം കേരളത്തിലുണ്ട് എന്ന്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് NW30 13 ആണ്. കേരളത്തിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കുന്ന കേരളത്തിലെ ദേശീയ ജലപാതയാണ് NW13 എന്ന് പറയുന്നത്. ഈ NW13 നമുക്ക് മറ്റൊരു പേരിൽ വിശേഷിപ്പിക്കാം, AVM കനാൽ എന്നാണ്. NW13 മറ്റൊരു പേരാണ് AVM കനാൽ, അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്നറിയപ്പെടുന്ന കനാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? NW13 ആണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു കേരളത്തിൽ നിന്നും ആരംഭിച്ച് ഇത് എങ്ങോട്ട് പ്രവേശിക്കുന്നു? തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കേരളം തിരുവനന്തപുരം ജില്ലയിലെ പൂവാറ് മുതൽ തമിഴ്നാട്ടിലെ ഇരയിയമ്മൻ തുറൈ വരെയാണ്. അപ്പോൾ NW13 ബന്ധിപ്പിക്കുന്നത് പൂവാർ ടു ഇരയിയമ്മൻ തുറയാണ്. ഇത് 11 കിലോമീറ്റർ ആണ് നമുക്ക് കാണിക്കുന്നത്, 11 കിലോമീറ്റർ ആണ്. അപ്പോൾ AVM കനാൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ജലപാത അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ ജലപാത ചോദിക്കുകയാണെങ്കിൽ NW13 ആണ്. ബന്ധിപ്പിക്കുന്നത് പൂവാർ ടു ഇരയിയമ്മൻ തുറയാണ്. കേരളത്തിൽ നിന്നും ആരംഭിച്ച് ഇത് തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കുന്ന കേരളത്തിലെ ദേശീയ ജലപാത ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? NW13 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിച്ചാൽ 4. മൊത്തം കേരളത്തിൽ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 5 ദേശീയ ജലപാതകളുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് NW3 ആണ്, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ജലപാതയും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്? NW3 ആണ്. ഓർക്കുക, ഇതിന്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ഇനി AVM കനാൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയ ജലപാത ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? NW13 ആണ്. ഇത് ബന്ധിപ്പിക്കുന്നത് പൂവാർ ടു ഇരയിയമ്മൻ തുറൈ വരെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിലെ ദേശീയ ജലപാതകളാണ് നമ്മൾ പോയത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ദേശീയ ജലപാതയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.